എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസിൽ ഇരിക്കുന്നതിൽ അധികം പേർക്കും പറയാൻ ഒന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും കാശൊക്കെ ഉണ്ടോപ്പാ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണേ? പള്ളിപ്പറമ്പിൽ ഉണ്ടോ? ആരോട് ചോദിച്ചാലും പറയുന്നത് ഉസ്താദേ കച്ചവടമില്ല, പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, വലിയ ബുദ്ധിമുട്ടാ, കൊറോണ വന്നതോടുകൂടി സർവ്വതും പോയി ഉസ്താദേ. ഏകദേശമുള്ള എല്ലാവരോട് ചോദിക്കുമ്പോഴും എല്ലാവരും പറയുന്നത് പടച്ചവനെ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി തകർന്നിരിക്കുക. എല്ലാവരും ഇരിക്കണ പെണ്ണുങ്ങൾ, പടച്ചവനെ അല്ലാഹ് ഈ വഅദിന്റെ മജ്ലിസിൽ ലാസ്റ്റ് ദിവസമാണല്ലോ, ഹാഫിളീങ്ങളൊക്കെ ഉള്ളതാണല്ലോ, ഈ മജ്ലിസിൽ പോയി ഇരുന്നിട്ട് ആമീൻ പറഞ്ഞ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടാ പലതും വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമാധാനമില്ലടോ. ഇന്ന് ലോകത്ത് കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമാധാനം. സമാധാനം എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല, അത് അല്ലാഹ് കൊടുക്കുന്ന ഒരു നിഅമത്താണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം നമുക്ക് എന്താ? ഈ സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, റബീഉൽ അവ്വൽ മാസമാ, സലാത്ത് പറഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന് ആര് പറയുന്നു? നബി തങ്ങളുടെ പേര് പറയുമ്പോൾ വെടികൊണ്ടതുപോലെ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? സമാധാനം തരുന്ന ചില സാധനങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വീട്. നമ്മുടെ വീട് നമുക്ക് സമാധാനം തരുന്ന ഒരിടം. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന. ഖുർആൻ പറയുന്നുണ്ട്. എടാ, ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും ഗോവയിൽ പോയാലും മൈസൂർ പോയാലും നീ എന്താ പറയണേ? അല്ലാഹുവേ, വീട്ടിൽ എത്തിയിരുന്നെങ്കിൽ സമാധാനമായേനെ. എന്താ പറയണേ? വീട്ടിലെത്തിയിരുന്നെങ്കിൽ സമാധാനമായേനെ. പക്ഷെ വീട്ടിൽ സമാധാനം ഉണ്ടോ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, വീട്ടിൽ സമാധാനം ഉണ്ടോ? നീ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഈ കാരാളി കോണത്തൊരു കൊട്ടാരം പണിതിട്ടുണ്ട്. പടച്ചവനെ, ഈട്ടിയും തേക്കുവാ വീട്ടിലെ ഫർണിച്ചർ മുഴുവനും. 5 സ്റ്റാർ ഹോട്ടൽ പോലും തോറ്റുപോകും. പടച്ചവനെ, നിന്റെ റൂം കണ്ട, ബെഡ്റൂം കണ്ട, അലങ്കാര ലൈറ്റുകൾ, ഗാർഡനുകൾ, പടച്ചവനെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കിടന്ന ഉറക്കം വരുന്നുണ്ട്? ഇല്ല. സമാധാനം ഉണ്ടോ? തിന്ന വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തിയും മഹദിയും നെഹദിയൊക്കെ വയറ് നിറച്ച് തിന്നുന്നുണ്ട്, നിറയണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം ശരീരം ഷെയർ ചെയ്ത് കിടക്കുന്നവർ, മനസ്സ് രണ്ടും വേറെ, മനസ്സ് രണ്ടും വേറെ, സമാധാനമില്ല. മക്കൾ, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കൾ കീരിയും പാമ്പിനെ പോലെ തല്ല. ഉമ്മ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടെണ്ണം എന്റെ വയറ്റിൽ തന്നെയല്ലേടാ കിടന്നേ? തല്ല മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ പോലെ നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം പോയി. നമുക്ക് സമാധാനമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായി നമ്മൾ വളരെ തകർന്നു പോയി. അതിന്റെ കാരണം എന്താ? അല്ലാഹു പറയുകയാ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. അല്ലാഹു പറയുകയാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത നിനക്ക് നിന്നെ സുഖിക്കാൻ ഞാൻ വിടത്തില്ല, നിന്നെ ആസ്വദിക്കാൻ ഞാൻ വിടത്തില്ല. അള്ളാഹു നിങ്ങളുടെ ദുനിയാവിലെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കി കളയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇടുക്കി കളഞ്ഞു പടച്ചവൻ. പഴയതുപോലെ പൈസയില്ല, കച്ചവടമില്ല, സമാധാനമില്ല, ഒന്നുമില്ല. ജീവിതം അള്ളാഹു ഇടുക്കമാക്കി. മെഴുകുതിരി ഉരുകുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഉരുകുകയാ. മെഴുകുതിരി ഉരുകുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷ, ദുനിയാവിലെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കുകയാണ്. കരാളി ഗുണത്തുള്ള പെങ്ങളെ, നീ ചോദിക്കുന്നല്ലോ ഉസ്താദേ, എന്നാ സമാധാനമുള്ള ഒരു ജീവിതം? എത്ര കാലമായി ഉസ്താദ് സമാധാനത്തോടു കൂടിയൊന്ന് ഉറങ്ങിയിട്ട്? എന്നാണിത് കിട്ടുന്നത്? പലരും പടച്ചവനെ മരിച്ചാ മതിയെന്ന് ചിന്തിക്കുന്നല്ലോ, ഈ ജീവിതം അവസാനിച്ചാ മതിയെന്ന് ആലോചിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അല്ലാഹു ദുനിയാവ് ഇടുക്കമാക്കുകയാണ്, അല്ലാഹു ദുനിയാവ് ഇടുക്കമാക്കുകയാണ്. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ദുനിയാവ് മാത്രമല്ല, നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാ. നിന്റെ ആഖിറവും നഷ്ടപ്പെടുമല്ലോ. അല്ലാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കാരാളികോണം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ എഴുന്നേറ്റ് വരുമല്ലോ. എങ്ങനെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുപോയി ഖബറടക്കിയാൽ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലരുടെ കണ്ണ് കാണുന്നില്ല, ചിലരുടെ ചെവി കേൾക്കുന്നില്ല, തപ്പിത്തടയുകയാണ്. ആ സമയത്ത് നിങ്ങൾ തന്നെ അല്ലാഹുവോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. പടച്ചവനെ, കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, ദുനിയാവിലൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ, ഇന്നെന്തു പറ്റി പടച്ചവന്? ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ അല്ലാ, എനിക്ക് ചെവി കേൾക്കുന്നില്ലല്ലോ അല്ലാ. ആ സമയത്ത് അല്ലാഹു പറയുകയാ, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു പറയുകയാണ്, നിന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടു അർത്ഥം പറഞ്ഞു തന്നല്ലോ, സദഖ കൊടുക്കുന്നതിന്റെ മഹത്വം പറഞ്ഞല്ലോ. പള്ളിക്ക് കൊടുക്കൂ, പാവങ്ങൾക്ക് കൊടുക്കൂ, യതീമീങ്ങൾക്ക് കൊടുക്കൂ, രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് കൊടുക്കൂ, പാവങ്ങളെ സഹായിക്കൂ.